സപ്ലിമെൻറ്റ്സ് നിങ്ങൾ ശരിയായ ടൈമിലാണോ എടുക്കുന്നത്? സപ്ലിമെൻറ്റ്സ് കറക്റ്റ് ടൈമിൽ എടുത്തെങ്കിൽ മാത്രമേ അത് നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യുള്ളൂ. ഇപ്പോൾ വിറ്റാമിൻസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ ഫാറ്റ് സോലുബിൾ ആൻഡ് വാട്ടർ സോലുബിൾ എന്നാണ്. വാട്ടർ സോലുബിൾ വിറ്റാമിൻസ് എന്ന് പറയുന്നത് ബി കോംപ്ലക്സസ് ആണ്. B1, B2, B6, B9 ആൻഡ് B12. പിന്നെ വിറ്റാമിൻ സി വരുന്നുണ്ട്. ഇത് നമ്മൾ കഴിക്കേണ്ടത് ഏർലി മോർണിംഗിലാണ്. ഇപ്പോൾ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ ആസിഡിറ്റിയോ ഉള്ളവർക്കാണെങ്കിൽ ഇത് ആഹാരശേഷം, അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് ഫാറ്റ് സോലുബിൾ വിറ്റാമിൻസ് ആണ്. എ, ഡി, ഇ ആൻഡ് കെ. ഇതെപ്പോഴും ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഏതെങ്കിലും ഫാറ്റി ഫുഡിൻ്റെ കൂടെ വേണം കഴിക്കാനായിട്ട്. അതായത് എഗ്ഗ്, അവക്കാഡോ, നട്ട് സീഡ്, ഇതിൻ്റെ എന്തിനെങ്കിലും കൂടെ വേണം വിറ്റാമിൻസ് കഴിക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, വിറ്റാമിൻ ഡി ഒരിക്കലും നൈറ്റ് കഴിക്കരുത്. വിറ്റാമിൻസ് എല്ലാം ഒരു ഡേയുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ കഴിച്ചിരിക്കണം. ദെൻ മിനറൽസിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ കാൽസ്യം ആൻഡ് അയൺ. അയൺ എപ്പോഴും എം ടി സ്റ്റൊമക്കിലായിരിക്കണം കഴിക്കേണ്ടത്. ബട്ട് കാൽസ്യത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ മീലിൻ്റെ കൂടെ ആയിരിക്കണം നമ്മൾ കാൽസ്യം കഴിക്കേണ്ടത്. ഈ കാൽസ്യവും അയണും ഒരിക്കലും ഒരുമിച്ച് കഴിക്കരുത്. ഇന്ന് കാൽസ്യം കഴിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ അയൺ എം ടി സ്റ്റൊമക്കിലായിരിക്കണം കഴിക്കേണ്ടത്. ദെൻ മഗ്നീഷ്യം കഴിക്കേണ്ടത് ബെഡ് ടൈമിലാണ്. അതുപോലെ തന്നെ സിങ്ക് എം ടി സ്റ്റൊമക്കിലാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും അസിഡിറ്റിയോ വയറിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്കാണെങ്കിൽ അത് ആഫ്റ്റർ ഫുഡിലും അതെടുക്കാവുന്നതാണ്.